ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 43-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. ഇനിയിപ്പോൾ എല്ലാം എണ്ണത്തിന് നിൽക്കുക, ഉള്ള നേരത്തിന് വീട് പിടിക്കാൻ നോക്ക്. വൈഷുവിൻ്റെ പോക്ക് കണ്ട് വായും പൊളിച്ചു നിൽക്കുന്ന കുട്ടികളെ നോക്കി കൊച്ചച്ചൻ പരിഹാസത്തോടെ പറഞ്ഞു. അത് ശരിയാ, മോരും ചത്തു, പാലിലെ പുളിയും പോയി, ഇനിയിപ്പോൾ നമ്മളെന്തിനാ ഇവിടെ? അവരിലൊരാൾ നിസ്സംഗതയോടെ പറഞ്ഞു. ആ പഴഞ്ചൊല്ല അങ്ങനെയല്ലല്ലോ. ഷെടാ, ഇതുങ്ങളുടെ കൂടെ കൂടി എൻ്റെ ബോധം പോയോ? ആൻ സക്കറിയെ അറിയാതെ ചോദിച്ചു പോയി. പഴഞ്ചൊല്ലും തെറ്റിച്ച് അവൾ മുൻപിലും ബാക്കിയുള്ളവർ അമ്പരത്തോടെ അവൾക്ക് പിന്നാലെയുമായി നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ കൊച്ചച്ചൻ ചിരി അടക്കാൻ പാടുപെട്ടു. പെൺകുട്ടികൾ പള്ളിമുറ്റം വിട്ടുപോയെന്ന് ഉറപ്പായപ്പോൾ കുറച്ചകലെ മറഞ്ഞു നിന്ന ആ യുവാവ് പതിയെ അച്ഛൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. അച്ഛാ, തിരക്കാണോ? അവൻ സൗമ്യമായി ചോദിച്ചു. അപരിചിതമായ മുഖം കണ്ട് കൊച്ചച്ചനൊന്ന് നെറ്റി ചൊളിച്ചു. നീ ഏതാ മോനെ? ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇവിടെ പുതിയതാണോ? അച്ഛാ, ഞാൻ പീറ്റർ, ഈ ഇടവകയിൽ തന്നെ ഉള്ളതാ. കുറച്ച് നാളായി എറണാകുളത്തായിരുന്നു. കുറച്ച് ദിവസത്തെ അവധിക്ക് വന്നപ്പം അച്ഛനെ ഒന്ന് കാണണമെന്ന് തോന്നി, അവൻ പറഞ്ഞു. പീറ്റർ, ആ പേര് കേട്ടതും കൊച്ചച്ഛൻ്റെ ഉള്ളിൽ ഒരു മിന്നായം പോലെ എന്തോ ഒന്ന് മിന്നി. എവിടെയോ കേട്ടു മറന്ന പേര്. അദ്ദേഹം അത് ചിന്തിച്ചുകൊണ്ട് സൗഹൃദത്തോടെ ഹസ്തദാനത്തിനായി കൈനീട്ടി. എന്നാൽ തൊട്ടടുത്ത നിമിഷം പീറ്റർ ചോദിച്ച ചോദ്യം കൊച്ചച്ഛനെ അസ്വസ്ഥനാക്കി. അച്ഛാ, അത് ഇപ്പോൾ പോയത് ആമിക മേഡമല്ലേ? അവരെന്താ ഇവിടെ? ഫാദർ ഞെട്ടലോടെ അയാളെ നോക്കി. ആ കണ്ണുകളിലെ തിളക്കം കൊച്ചച്ഛനിൽ ഒരു ഉൾക്കിടലും സൃഷ്ടിച്ചു. അത് മാടോ ഇടോ ഒന്നുമല്ല, അവിടെയുള്ള ഒരു കുരുത്തക്കേടുകളിൽ ഒന്ന് മാത്രം. പേര് വൈഷ്ണവി. നിനക്ക് ആൾ മാറിയതാണെന്ന് തോന്നുന്നു. ആമിക പറഞ്ഞത് ഓർത്തെടുത്തുകൊണ്ട് കൊച്ചച്ഛൻ പെട്ടെന്ന് പറഞ്ഞു. പക്ഷേ പീറ്ററിൻ്റെ കണ്ണുകളിലെ അവിശ്വസനീയ ഭാവം കണ്ടപ്പോൾ അദ്ദേഹം അസ്വസ്ഥതയോടെ തുടർന്ന് ചോദിച്ചു. അല്ല, താൻ എന്താ പോലീസുകാരെ പോലെ വേണ്ടാത്ത ചോദ്യമൊക്കെ ചോദിക്കുന്നത്? തനിക്കെന്താ ഈ പെൺപിള്ളേരുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം? പീറ്റർ അല്പം കൂടി അടുത്തു വന്ന് ഗൗരവത്തോടെ പറഞ്ഞു. അച്ഛാ, എന്തിനാ ഇത്ര ദേഷ്യം? ഞാനൊരു പത്രപ്രവർത്തകനാണ്. കണ്ടപ്പോൾ ആമിക മേഡത്തിന് രൂപം പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. അവൻ ഒന്ന് നിർത്തിയിട്ട് തുടർന്നു. വൈഷുവിനെ എനിക്കറിയാം. പഴയ ജയൻ സാറിൻ്റെ മോളല്ലേ? പണ്ട് ഞങ്ങൾ വലിയ കൂട്ടായിരുന്നു. അവരിവിടുന്ന് പോയതിന് ശേഷം ബന്ധം വിട്ടുപോയതാണ്. അവൾ ആരെയെങ്കിലും അന്വേഷിച്ച് വന്നതാണോ? അങ്ങനെയെങ്കിൽ എനിക്ക് സഹായിക്കാനാകും. ഞാൻ ഇനിയും വരാം. അത് പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. അവൻ്റെ അവസാന വാക്കുകളിൽ ഒരുതരം നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. പീറ്റർ, ആമിക പറഞ്ഞ കാണാതായ സുഹൃത്ത് അത് ഇയാൾ തന്നെ ആയിരിക്കുമോ? ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? കർത്താവേ, എല്ലാവരും കൂടെ വണ്ടിയും വിളിച്ച് ഇങ്ങോട്ടാണോ വന്നിരിക്കുന്നത്? കൊച്ചച്ഛൻ മുകളിലേക്ക് നോക്കി കൈകൂപ്പി. ഡാഡിയോടൊപ്പം തിരികെ വീട്ടിലെത്തിയ ആമിക വരാന്തയിലെ കസേരയിലിരിക്കുന്ന ആളെ കണ്ട് അത്ഭുതത്തോടെ നോക്കി. സോമൻ സാർ, താങ്കൾ എന്താ ഇവിടെ? പ്രതീക്ഷിക്കാത്ത ആളെ മുന്നിൽ കണ്ടപ്പോൾ ആമികയുടെ ശബ്ദത്തിൽ അമ്പരപ്പ് നിറഞ്ഞു. മാഡം, അലോക് സാറിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഞാൻ വന്നത്. നിങ്ങളൊരു പ്രത്യേക ജന്മം തന്നെ. ലീവ് എടുത്ത് മുങ്ങിയാൽ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ യാതൊരു നിവൃത്തിയുമില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാനിവിടെ എത്തിയതെന്നറിയാമോ? മുമ്പൊരിക്കൽ ജയൻ സാറിനെ തപ്പി ഇവിടെ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ദിസ് ഈസ് ടു മച്ച് മാം. ആഗതൻ്റെ ശബ്ദത്തിൽ വ്യക്തമായ ദേഷ്യവും അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. വാട്ട് ടു മച്ച്? ഞാൻ ലീവിലൊന്നുമല്ല. അങ്ങേര് തന്നെയാണ് എനിക്ക് സസ്പെൻഷൻ അടിച്ച് കയ്യിൽ തന്നത്. പിന്നെ ഫോണിൽ അവൈലബിൾ ആണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. എനിക്കിവിടെ അത്യാവശ്യം ചില പേഴ്സണൽ കാര്യങ്ങളുണ്ട്. ആദ്യം അതൊന്നും തീർക്കട്ടെ, എന്നിട്ട് വേണം എനിക്കിട്ട് പണി തന്നവർക്ക് തിരിച്ച് മറുപടി കൊടുക്കാൻ. എന്തായാലും ഇത്ര ദൂരം വന്നതല്ലേ, ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാം. അവൾ വലിയൊരു തമാശ പറഞ്ഞതുപോലെ പൊട്ടിച്ചിരിച്ചു. മാഡം, നിങ്ങൾ ന്യൂസ് ഒന്നും കാണാറില്ലേ? സോമൻ സംശയത്തോടെ ചോദിച്ചു. എന്തിന്? ന്യൂസിൽ പ്രത്യേകിച്ച് എന്തുണ്ടാകാനാ? കുറച്ച് ദിവസം ഞാനായിരുന്നല്ലോ താരം. ആരൊക്കെയോ എന്നെ എടുത്തിട്ട് അലക്കുന്നു. എൻ്റെ മോന്ത തന്നെ കാണാൻ ഞാൻ എന്തിനാടോ TV കാണുന്നത്? അതിനിവിടുത്തെ കണ്ണാടി തന്നെ ധാരാളം. അവൾ ഒന്ന് നിർത്തി, മുഖത്ത് തണുത്തൊരു പുഞ്ചിരി വിടർത്തിക്കൊണ്ട് തുടർന്നു. പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നന്നാവാൻ യാതൊരു ഉദ്ദേശവുമില്ല. കണ്ട രാഷ്ട്രീയക്കാരുടെ അടിപ്പാവാട കഴുകി കൊടുക്കാൻ വേറെ ആളെ നോക്കണം. ഇനി വേറെ പണിയൊന്നും കിട്ടിയില്ലെങ്കിൽ അന്തസ്സായിട്ട് കൂലിപ്പണിക്കിറങ്ങും. അതാകുമ്പോൾ പിന്നെ ഒരുത്തനും ചൊറിയാൻ വരില്ലല്ലോ. അതല്ലെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. അപ്പനെ പണിക്ക് വിട്ട് ജീവിക്കാം. അതും ബെസ്റ്റാ അല്ലേ ഡാഡി? തൻ്റെ തമാശയിൽ അവൾ തന്നെ പൊട്ടിച്ചിരിച്ചു. ആമികയുടെ ഈ നിസ്സാര ഭാവം കണ്ട് അന്തിച്ചു നിന്ന സോമനെ ഒട്ടും വകവയ്ക്കാതെ അവൾ ഉന്മേഷത്തോടെ കുളിക്കാൻ അകത്തേക്ക് നടന്നു. എടോ, താൻ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട.
അന്നത്തെ സസ്പെൻഷന് ശേഷം അവൾ മൊത്തത്തിൽ കലിപ്പ് മൂഡിലാണ്. ഇവിടെ വന്നത് മുതൽ ടെലിവിഷൻ ഓൺ ചെയ്യാൻ പോലും അവൾ സമ്മതിക്കാറില്ല. എന്തിനേറെ പറയുന്നു, മൊബൈൽ ഫോണെങ്കിലും ഒന്ന് തുറന്നു നോക്കണ്ടേ, അതുമില്ല. ശബ്ദം താഴ്ത്തി അദ്ദേഹം തുടർന്നു. ഇവിടെ കുറച്ച് തലതെറിച്ച പിള്ളേരുണ്ട്, അവളുടെ പഴയ കൂട്ടുകാർ. അവർക്കൊപ്പം കളിച്ചും ചിരിച്ചും ജീവിതം എൻജോയ് ചെയ്യുക. കെട്ടും മട്ടും മാറിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ആരും അവളെ തിരിച്ചറിയുന്നില്ല. അല്ല, ഇപ്പോഴത്തെ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താ? തലസ്ഥാനത്ത് എന്തെങ്കിലും പ്രത്യേക ന്യൂസ് ഉണ്ടോ? സാറേ, ദേ ഇത് നോക്കിക്കേ. അത് പറഞ്ഞുകൊണ്ട് അയാൾ വാർത്തകളിൽ നിറഞ്ഞു നിന്ന നോവയുടെ ചിത്രം ജയദേവന് മുന്നിലേക്ക് നീക്കിവെച്ചു. ആ ചിത്രം കണ്ടതും ജയദേവൻ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. എൻ്റെ ദൈവമേ, എൻ്റെ നോവക്കുഞ്ഞിന്! അയാളുടെ ഭാവമാറ്റം കണ്ട് സോമൻ അത്ഭുതത്തോടെ ചോദിച്ചു, സാറിനും ഈ കുഞ്ഞിനെ പരിചയമുണ്ടോ? ജയദേവൻ കണ്ണുകൾ നനച്ചുകൊണ്ട് ദൂരേക്ക് നോക്കി. പരിചയമുണ്ടോ എന്നോ? എടോ, ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ആകുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ സെക്യൂരിറ്റി ഡ്യൂട്ടിയിലായിരുന്നപ്പോഴാണ്. ആ കുഞ്ഞ് ചെറുതായിരിക്കുമ്പോൾ ഞാൻ മിക്കവാറും മന്ത്രി സാറിനൊപ്പം റാം സാറിൻ്റെ വീട് സന്ദർശിക്കാറുണ്ടായിരുന്നു. അതിനതിൻ്റെ മുത്തച്ഛനോടുള്ള അതേ സ്നേഹമായിരുന്നു എന്നോടും. അതിനെ അവസാനമായിട്ടൊന്ന് കാണാൻ പോലും എനിക്ക് പറ്റിയില്ലല്ലോ. ജയദേവൻ ഒരു നിമിഷം നിർത്തി. എന്തെന്നില്ലാത്ത ഹൃദയവേദന അനുഭവിക്കുന്നത് പോലെ അദ്ദേഹം തൻ്റെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കണ്ണുകളിൽ നിറഞ്ഞ നനവോടെ ഇടറുന്ന ശബ്ദത്തിൽ അദ്ദേഹം പുലമ്പി, എൻ്റെ ദൈവമേ, നീ എത്ര ക്രൂരനാണ്! പാവം സാർ, ദൈവം 2 മക്കളെ കൊടുത്തു, 2നെയും അവൻ തന്നെ തിരിച്ചെടുത്തു. ജയദേവൻ്റെ വാക്കുകൾ ആ മുറിയിൽ തളം കെട്ടി നിന്നു. സോമൻ അതീവ ഗൗരവത്തോടെ കാര്യം വിശദീകരിച്ചു. അല്ല സാറേ, ആ കുഞ്ഞ് മരിച്ചതല്ല, ആരോ കൊന്നതാണ്. ഈ കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ആമിക മേഡത്തോട് എത്രയും പെട്ടെന്ന് തിരിച്ചു ചെല്ലാൻ അലോക് സാർ ആവശ്യപ്പെടുന്നത്. വേറെ ആര് പറഞ്ഞാലും മേഡം കേൾക്കില്ല. അതുകൊണ്ട് സാറ് തന്നെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ജയദേവൻ തൻ്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് മുഖം പൊത്തിക്കൊണ്ട് പറഞ്ഞു. അതിന് ഇക്കാര്യത്തിൽ അവളോട് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. നോവ, അവൾ ആമികയ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ടവളാണ്. ഇതറിയുമ്പോൾ അവൾക്ക് സഹിക്കാനാവില്ല. അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് കുസൃതി ചിരിയോടെ ആമിക പുറത്തേക്ക് വന്നു. ആഹാ, കഴിഞ്ഞില്ല ഇതുവരെ? അകത്തേക്ക് വന്ന് ചപ്പാത്തി ഒന്ന് പരത്തി തന്നാൽ ഭക്ഷണം കഴിക്കാമായിരുന്നു. മോളെ. വല്ലാത്ത തകർച്ചയോടെ ജയദേവൻ നോവയുടെ മരണവാർത്ത അടങ്ങിയ മൊബൈൽ അവളുടെ മുമ്പിലേക്ക് നീട്ടി. അത് കണ്ടതും ആമികയുടെ ലോകം നിശ്ചലമായി. അവളുടെ കണ്ണുകൾ വാർത്തയിലെ വരികളിൽ തറഞ്ഞു നിന്നു. ശരീരമാകെ തണുത്തു പോയ പോലെ അവൾ ഞെട്ടിത്തെറിച്ചു നിന്നു. കുളി കഴിഞ്ഞു വന്നതിൻ്റെ ഈർപ്പം അവളുടെ മുടിയിൽ നിന്നും തുള്ളികളായി താഴേക്ക് വീഴുമ്പോഴും ആമികയുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയാൻ തുടങ്ങിയിരുന്നു. ജയദേവൻ വല്ലാത്തൊരു വേദനയോടെ ആ ഫോട്ടോയിലേക്ക് നോക്കി. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് നിറഞ്ഞ സ്നേഹത്തോടെ അയാൾ ആമികയുടെ തലയിൽ തലോടി. മോളെ. ജയദേവൻ തേങ്ങലോട് തുടർന്നു. നമ്മുടെ നോവ, അവളിനിയില്ല. അവൾ മരിച്ചതല്ല മോളെ, ആരോ അവളെ കൊന്നതാണ്. ഈ ക്രൂരതയ്ക്ക് പിന്നിലെ സത്യം കണ്ടെത്താൻ നിന്നെ കൊണ്ടേ കഴിയൂ. നമുക്കിപ്പോൾ തന്നെ തിരിച്ചു പോകണം. അയാളുടെ വാക്കുകൾ ആ മുറിയിൽ മുഴങ്ങി. ആമികയുടെ കണ്ണുകളിൽ തെളിഞ്ഞത് വേദനയല്ല, പകരം നീതിക്ക് വേണ്ടിയുള്ളൊരു പോരാളിയുടെ അഗ്നിയായിരുന്നു. ആ മുറിയിലെ അന്തരീക്ഷം പെട്ടെന്ന് മാറിമറിഞ്ഞു. തുടരും. അടുത്ത ഭാഗമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.